നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള സെക്കൻഡ് T20 ഇൻ്റർനാഷണലിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസുമാണ്. ഫസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഒത്തിരി പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് മാച്ചിൽ നമുക്കറിയാം ഇന്ത്യ ഓസ്ട്രേലിയ ബീറ്റ് ചെയ്തു. പിന്നെ ഒത്തിരിയധികം കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ട്. കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് വിടാം. അപ്പോൾ മാച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് അല്പം ടൈറ്റ് ആയിരിക്കും. കാരണം ഓസ്ട്രേലിയ ഒരു മാച്ച് തോറ്റത് കൊണ്ട് തന്നെ ഈ ഒരു സീരീസ് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കത് ജയിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കെ ഈ ഒരു മാച്ചിൽ ജയിക്കാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചു വരാനായിട്ട് മാക്സിമം ശ്രമിക്കും ഓസ്ട്രേലിയ. അത്രയും മോശപ്പെട്ട ടീമല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓഡിയോ സീരീസിൽ തന്നെ മനസ്സിലാവും. ഇനി T20 സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചുറീസ് ആണെങ്കിലും അവരെയും വലയ്ക്കുന്നുണ്ട്. പിന്നെ ഒത്തിരിയധികം റൊട്ടേഷനും സംഭവിക്കുന്നുണ്ട് ടീമിൻ്റെ മൊത്തത്തിൽ. രണ്ട് ടീമിലും റൊട്ടേഷൻ സംഭവിക്കാം. കഴിഞ്ഞ മാച്ചിൽ എന്ന പോലെ തന്നെ ഒത്തിരിയധികം റൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ഒരുപാട് ബൾക്കായിട്ടുള്ള ചേഞ്ചസ് വരും എന്നുള്ളതല്ല, എന്നാലും ചെറിയ ചെറിയ സ്ലൈറ്റ് ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും ചാൻസസ് കൊടുക്കും ഈ ഒരു സീരീസിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് ന്യൂസസ് ഉണ്ട്, പിന്നെ പ്രഡിക്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുള്ളത് പോലെ തന്നെ എല്ലാ കണ്ടൻസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണേണ്ടത് വീഡിയോ മാക്സിമം ഫുള്ളായിരുന്നു തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ അല്ലെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാർക്ക്. കാരണം ഒത്തിരി പേർക്ക് ഈ ഒരു ചാനലിനെക്കുറിച്ച് വലിയ അറിവില്ല, കേരളത്തിലുള്ള ഒരു ചാനലാണെങ്കിൽ കൂടെ. മലയാളികളായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ നിങ്ങളുടെ സ്വന്തം ചാനൽ പോലെ കരുതിയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സെക്കൻഡ് T20യുടെ കാര്യം പറയുകയാണെങ്കിൽ ലാസ്റ്റ് 5 കംപ്ലീറ്റഡ് മാച്ചസിൻ്റെ ഫോം ഗൈഡ് നോക്കാം. ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ ലോസ് വിൻ ലോസ് വിൻ. ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ വിൻ വിൻ, പിന്നെ ഒരെണ്ണം സൂപ്പർ ഓവറിൽ ജയിച്ചു, അടുത്തതും സൂപ്പർ ഓവർ ജയിച്ചു, പിന്നെ ഒരു വിൻ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ തോറ്റിട്ടില്ല. ബാക്കി TT എന്ന് എഴുതിയേക്കുന്ന മാച്ച് ടൈ ആണെങ്കിലും അവർ സൂപ്പർ ഓവറിലെങ്കിലും ജയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ T20 ഒരു ഫോം വളരെയധികം അമേസിംഗ് ആണ്. ഇനി 6 ഡിസംബറിലാണ് മാച്ച് നടക്കാൻ പോകുന്നത്, ഉച്ചയ്ക്ക് 1:40. അപ്പോൾ നിങ്ങളെല്ലാവരും വൈകിട്ടെന്ന പോലെ ഇരിക്കരുത്. ഉച്ചയ്ക്കാണ് മാച്ച് നടക്കാൻ പോകുന്നത്. ഗ്രൗണ്ട് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. പ്രിവ്യൂവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യത്തെ 2 ODIs മിച്ചൽ സ്റ്റാർക്ക് പോലത്തെ ഒരു ക്ലാസ് ബോളറിന് വളരെയധികം മോശപ്പെട്ട മത്സരം തന്നെയായിരുന്നു. പക്ഷേ ഓപ്പണിംഗ് 2 ഓവേഴ്സ് ഓഫ് ഫസ്റ്റ് T20യിൽ ആ ഒരു ലേറ്റ് സ്വിംഗ്, പുള്ളിയുടെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് സ്വിംഗ് ആണ് വിത്ത് ഷാർപ്പ് ബൗൺസേഴ്സ് ഓൾസോ. അപ്പോൾ ആ ഷാർപ്പ് ഔട്ട് സ്വിംഗറിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിഖർ ധവനെ ഔട്ടാക്കിയത്. ശിഖർ ധവൻ ശരിക്കും പറഞ്ഞാൽ ഫെയിലായി ആ ഒരു ബോൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിവേ പുള്ളിയുടെ ലാസ്റ്റ് 2 ഓവേഴ്സ് 23 റൺ പോയി. പക്ഷേ ആ 144 കിലോമീറ്റർ ഷോർട്ട് ബോൾ ആയിരുന്നു ജഡേജയുടെ ആ ഹെൽമെറ്റ് വന്നിട്ട് ആ ഒരു കൺകഷൻ വരാനായിട്ടുള്ള മെയിൻ റീസൺ. എനിവേ സ്റ്റാർക്ക് 100% ഫിറ്റ് അല്ല. പുള്ളി എല്ലാ മാച്ചസ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ T20s കളിക്കാനുള്ള ചാൻസസും ഇല്ല. ബട്ട് സ്റ്റാർക്ക് കഴിഞ്ഞ മാച്ചിലെ പെർഫോമൻസ് വെച്ച് തന്നെ ഒരു അല്പം ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ചാഹലിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. എല്ലാവരും സംസാരിക്കുന്നത് ചാഹലിൻ്റെ വിക്കറ്റാണ്. പക്ഷേ വാഷിങ്ടൺ സുന്ദറിൻ്റെ പെർഫോമൻസ് എല്ലാവരും മറന്നു പോവുകയാണ്. വാഷിങ്ടൺ സുന്ദറിൻ്റെ റോൾ വളരെയധികം പിവറ്റലായിരുന്നു ഇന്ത്യയുടെ വിക്ടറിക്ക് വേണ്ടി. കാരണം പുള്ളി 4 ഓവർ എറിഞ്ഞു, 16 റൺ മാത്രമാണ് വിട്ടുകൊടുത്തത്, 13 ഡോട്ട് ബോൾ ഉണ്ട് അതിനകത്ത്. കാരണം ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻ എല്ലാവരും സ്ട്രഗിൾ ചെയ്തു, ഒന്നും എടുത്തു പറയാനല്ല, എല്ലാവരും സ്ട്രഗിൾ ചെയ്തു കണക്ട് ചെയ്യാനായിട്ട്. ഇനി സ്ട്രൈറ്റ് ബാറ്റ് ആണെങ്കിലും ക്രോസ് ബാറ്റ് ഷോട്ട് ആണെങ്കിലും എല്ലാവരും ഫെയിലായി. ഇനി ടീം ന്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിഞ്ച് ഒരു ഡൗട്ട്ഫുൾ തന്നെയാണ്. കാരണം പുള്ളി മിസ്സാവേണമെന്നുണ്ടെങ്കിൽ മാത്യു വെയ്ഡ് സ്റ്റെപ്പ് ആവാൻ ചാൻസ് ഉണ്ട് ക്യാപ്റ്റൻസിക്ക് വേണ്ടി. കാരണം ഫിഞ്ച് ഒരു ചെറിയ ഇഞ്ചുറി സ്കെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരിയധികം റീഇൻഫോഴ്സ്മെൻറ്റ് ഓസ്ട്രേലിയക്ക് കയ്യിലുണ്ട്. കാരണം വെയ്ഡ് ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഉണ്ട് വിത്ത് DRC ഷോട്ട്. കാരണം ബിഗ് ബാഷിലും ഇത് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള 2 ഓപ്പണേഴ്സ് തന്നെയാണ്. ഒരു വേക്കൻസി ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അലക്സ് കാരി ആയിരിക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നതൻ ലയൺ ഹാസ് ബീൻ ഡ്രാഫ്റ്റഡ് ഇൻ ദ സ്ക്വാഡ് ആൻഡ് കുഡ് ചാലഞ്ച് ഫോർ സ്വെപ്സൺ സ്പോട്ട്. പക്ഷേ സ്വെപ്സൺ കഴിഞ്ഞ കളിയിൽ നല്ലോണം കളിച്ചതുകൊണ്ട് തന്നെ സ്വെപ്സൻ്റെ പ്ലേസ് അത്രയും ഡിഫറൻസ് വരാൻ ചാൻസ് ഇല്ല. കാരണം ആഡം സാംബിയും സ്വെപ്സണും ലെഗ് സ്പിൻ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്പിന്നറിനെ മാറ്റാനുള്ള ചാൻസസും കൂടുതലാണ്. ജോഷ് ഹേസൽവുഡ് ഓൾ ദ വൈറ്റ് ബോൾ മാച്ചസ് കളിച്ചിട്ടുണ്ട്. ഈവൻ 3 T20യും അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് T20യും 3 ODI ഫസ്റ്റ് T20യും. ഹേസൽവുഡിന് ഇതുവരെ ഒരു റെസ്റ്റ് കിട്ടിയിട്ടില്ല. ഈ ഒരു മാച്ചിൽ പ്രോബബ്ലി ഡ്യൂ ഫോർ എ റെസ്റ്റ്. ഓസ്ട്രേലിയയുടെ പോസിബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോൺ ഫിഞ്ച് ഓർ DRC ഷോട്ട്, മാത്യു വെയ്ഡ്, സ്റ്റീവൻ സ്മിത്ത്, ഗ്ലെൻ മാക്സ്വെൽ, മോയിസസ് ഹെൻഡ്രിക്സ്, അലക്സ് ക്യാരെ, സ്റ്റീൻ അബർട്ട്, മിച്ചൽ സ്റ്റാർക്ക്, മിച്ചൽ സ്വെപ്സൺ ഓർ നതൻ ലയൺ, ആഡം സാംബ ആൻഡ് ജോഷ് ഹേസൽവുഡ്.
ജഡേജ എന്തായാലും റീപ്ലേസ് ചെയ്തത് ചാഹലിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. സോ നാച്ചുറലി ഒരു ഓപ്ഷൻ തന്നെയാണ്. ബാറ്റിങ്ങിന് ഒരു വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിലും ബൗളിങ്ങിൽ ഒരു അല്പം സ്ട്രെങ്ത് ഉണ്ട് ചാഹൽ വന്നതിന് ശേഷം. ഇനി മനീഷ് പാണ്ഡെക്ക് ഒരു നല്ലൊരു ബെസ്റ്റ് ഡേ ആയിരുന്നില്ല. നമ്പർ 5 വന്നത്. ജസ്റ്റ് 8 ബോളിൽ 2 റണ്ണാണ് എടുത്തിരിക്കുന്നത്. സോ ഇന്ത്യ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ മുഹമ്മദ് ഷാമിയെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും വിത്ത് ജാസ്പ്രീത് ബുംറ. പ്രോബബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശിഖർ ധവൻ, KL രാഹുൽ, വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ, മനീഷ് പാണ്ഡെ ഓർ ശ്രേയസ് അയ്യർ. എനിക്ക് തോന്നുന്നത് മനീഷ് പാണ്ഡെ ശ്രേയസ് അയ്യർ കളിക്കുന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ചാൻസ് കൊടുക്കും. പിന്നെ ഹാർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ, ദീപക് ചഹ, നടരാജൻ, ജാസ്പ്രീത് ബുംറ ഓർ മുഹമ്മദ് ഷാമി, യുസ്വേന്ദ്ര ചാഹൽ. പിച്ച് ആൻഡ് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ സർഫേസസ് വളരെയധികം ഫ്ലാറ്റ് ആണ്. ഫസ്റ്റ് 2 ODIs നിങ്ങൾ ഇവിടെ വെച്ചാണ് കളിച്ചത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിവേ ആ 2 ODIക്ക് ശേഷമാണ് ഇന്ത്യൻ ബൗളേഴ്സിന് ആ ഒരു റിതം കിട്ടിയിരിക്കുന്നത്. സോ ഈ ഒരു രണ്ട് ODIസിലും ഇന്ത്യയുടെ ആ ഒരു ബാറ്റിംഗ് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു റിസൾട്ട് അത്രയും ഫേവറിങ് അല്ല. ബാറ്റിംഗ് മോശം എന്ന് പറയാൻ പറ്റുന്നില്ല, ബട്ട് റിസൾട്ട് അത്രയും ഫേവറിങ് അല്ല. ബട്ട് ഫോർകാസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആണ്, ഒരു മൈൽഡ് ഈവനിങ്. ഇനി സ്റ്റാറ്റ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പണിംഗ് മാച്ച് ഓഫ് ദ സീരീസ് മോയിസ് ഹെൻഡ്രിക്സ് ബൗൾ ഹിസ് ഫുൾ 4 quota ഇൻ T20 ഫോർ ദ ഫസ്റ്റ് ടൈം സിൻസ് ഫെബ്രുവരി. സോ ടീം എത്രത്തോളം മോയിസസ് ഹെൻഡ്രിക്സിനെ വിശ്വസിക്കുന്നു എന്നുള്ളതിന് ഉത്തമ തെളിവാണ് ഫുൾ കോട്ട് ഓഫ് ഓവേഴ്സ് എറിഞ്ഞത് തന്നെ. ഇനി ഇന്ത്യ അൺബീറ്റൻ ആണ് ലാസ്റ്റ് 10 T20s. ലാസ്റ്റ് 5ൻ്റെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞതാണ്. ഇനി ലാസ്റ്റ് 10 T20സിനും അൺബീറ്റൻ തന്നെയാണ്. സോ അതിനകത്ത് ഒരു നോ റിസൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ 2 ടൈസും ഉണ്ട്. വിച്ച് ദേ വോൺ അഗൻസ്റ്റ് ന്യൂസിലൻഡ്. ഞാൻ അന്നത്തെ വീഡിയോയിലും പറഞ്ഞാണ് ന്യൂസിലൻഡിനെതിരെയാണ് സൂപ്പർ ഓവേഴ്സ് ജയിച്ചിരിക്കുന്നത്. ഇനി 2 years ago at the SCG, India chased 165 to level the series. സോ T20 നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യക്ക് നല്ല റെക്കോർഡ്സ് ഉണ്ട്. ഇനി പ്രൊഫഷണൽ ടിപ്പ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഹാസ് വോൺ 9 of their last 10 T20s. അപ്പോൾ ഹാവിംഗ് ഡിഫീറ്റഡ് ഓസ്ട്രേലിയ ബോത്ത് ദ ടൈംസ് ദേ പ്ലേഡ് അറ്റ് ദ SCG. സോ പിക്ക് ആൻ എക്സ്ട്രാ പ്ലെയർ ഫ്രം ഇന്ത്യ, ദാറ്റ്സ് മൈ പ്രോ ടിപ്പ്. സോ ഓസ്ട്രേലിയ എഗൻസ്റ്റ് ഇന്ത്യ ഇവിടെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ T20സിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം. പ്ലെയർ അവൈലബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേവിഡ് വാർണർ ഡെഫിനറ്റ്ലി ഇല്ല, പാറ്റ് കമിൻസ് ഇല്ല, രവീന്ദ്ര ജഡേജ ഇല്ല. നവദീപ് സൈനി, ആഷ്ടൻ അഗർ ആൻഡ് മാർക്കസ് സ്റ്റോയിനിസിൻ്റെ അവൈലബിലിറ്റിയും ഡൗട്ടിൽ തന്നെയാണ്. സോ ഇത് മുന്നിരിക്കെ രണ്ട് ടീംസും ഒത്തിരിയധികം റൊട്ടേഷൻ നടത്താൻ ചാൻസ് ഉണ്ട് അവരുടെ സ്ക്വാഡിൽ. ഇനി വിരാട് കോഹ്ലിയുടെ കാര്യം എല്ലാവർക്കും അറിയാം. വിരാട് കോഹ്ലി ഈസ് എ പ്ലെയർ ഹു ആവറേജസ് 50+ ഇൻ T20 ഇന്റർനാഷണൽ, ഹു ഡസൻ ഫെയിൽ ഓഫൻ. സോ എനിക്ക് ഈ പ്ലെയറിനെയാണ് ഈ ഒരു മാച്ചിൽ ബൗൺസ് ബാക്ക് ചെയ്യുമെന്ന് എനിക്ക് മാക്സിമം തോന്നുന്നു വിരാട് കോഹ്ലി. ഇനി കോഹ്ലിയുടെ നമ്പേഴ്സ് അഗൻസ്റ്റ് ഓസ്ട്രേലിയ ആർ സിംപ്ലി മൈൻഡ് ബ്ലോയിങ്. 593 runs ആണ് at an average of 59.30 and a strike rate of 146. ഇനി in the last 2 games he played against Australia at SCG, he scored a half century each time. KL രാഹുൽ കാര്യം പറയുകയാണെങ്കിൽ among the top 10 teams in the ICC rankings, no one has scored T20 runs more than Rahul in the last 2 years. In the first T20 നിങ്ങൾ എല്ലാവർക്കും അറിയാം, only 1 half century ആയിരുന്നു ആ ഒരു മാച്ചിൽ വന്നതും KL രാഹുലിന് തന്നെയാണ്. സോ ബിഹൈൻഡ് ദ സ്റ്റംപ്സ് ആണെങ്കിൽ ഒത്തിരിയധികം പോയിന്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ രാഹുൽ ഒരു ഡിഫോൾട്ട് C അല്ലെങ്കിൽ ഒരു VC ഓപ്ഷൻ തന്നെയാണ്. ഹോട്ട് പിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആരോൺ ഫിഞ്ച്, ദ ഹയസ്റ്റ് റൺ സ്കോറർ ഇൻ ദ ODI സീരീസ് T20യിലും, അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് മാച്ചിൽ നല്ലോണം തന്നെ കളിച്ചു. ഈസ് ദ ഹയസ്റ്റ് റാങ്ക്ഡ് ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻ ഇൻ T20, നമ്പർ 3 ആണ്. സോ മോസ്റ്റ് റൺ സ്കോർഡ് ബൈ ഓസ്ട്രേലിയ ഇൻ ലാസ്റ്റ് 3 years ആണ് 1017 runs ആണ്, an average of 39.11 and a strike rate of 161.42. സോ അവൈലബിലിറ്റി മാത്രമാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നേരെ നമുക്കൊരു ബേസ് ടീമിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം ഹോട്ട് പിക്കിലേക്ക്. സോ എൻ്റെ ടീം കുറച്ച് വെറൈറ്റി ആയിരിക്കും. കാരണം എൻ്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഒരേ ടീമിലുള്ള ഇന്ത്യൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം രാഹുലിനെ എനിക്ക് ബാക്ക് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം രാഹുലിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റംപ്സിൻ്റെ പോയിന്റും അതുപോലെ തന്നെ പുള്ളിയുടെ റെക്കോർഡ്സുമാണ്. പിന്നെ വിരാട് കോഹ്ലി ഈ ഒരു മാച്ചിൽ തിരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻ വേറെ ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട്. ഫിഞ്ച് നല്ലൊരു ഓപ്ഷനാണ്. ഫിഞ്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിയാസി ഷോട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഡിയാസി ഷോട്ട് പ്രോബ്ലി ബൗളും കൂടെ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അറിഞ്ഞിടത്തവർക്ക് വേണ്ടി പറയാണ്. ലാസ്റ്റ് മാച്ചിൽ ബൗൾ ചെയ്തില്ല, ബട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയെ കൊണ്ട് ബൗൾ ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ മോയിസസ് ഹെൻഡ്രിക്സും വേറൊരു ഓപ്ഷനാണ്. ഓൾറൗണ്ടർ തന്നെയാണ് ബാറ്റിംഗ് സെക്ഷൻ കിടക്കുകയാണെന്നുണ്ടെങ്കിലും. ഇനി എൻ്റെ വിക്കറ്റ് കീപ്പർ എന്ന് പറഞ്ഞാൽ KL രാഹുലിനെയാണ് ഞാൻ എടുക്കുന്നത്. വെയ്ഡ് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് GL കളിക്കാൻ വേണ്ടിയിട്ട്. കാരണം വെയ്ഡ് കഴിഞ്ഞ മാച്ചിൽ പെർഫോമൻസ് നിങ്ങൾ കണക്കിലെടുക്കുന്നത് വെയ്ഡ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ T20s. അതുപോലെ അലക്സ് കാരിയ വൺ ഓഫ് ദ അനദർ ഓപ്ഷൻസ്. ഇനി സഞ്ജു സാംസൺ ഒരു മാച്ചിൽ ഫ്ലോപ്പായി. പുള്ളി എന്തായാലും ഒരു ചാൻസും കൂടെ കിട്ടും. സഞ്ജു സാംസൺ മലയാളികളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരെണ്ണമാണ്
സഞ്ജു സാംസൺ നല്ലൊരു പെർഫോമൻസ്. കഴിഞ്ഞ മാച്ചിൽ ഒരു സ്റ്റാർട്ട് കിട്ടി, ബട്ട് ഹാസ് ത്രോൺ ഇറ്റ് അവേ. സോ ഈ ഒരു മാച്ചിൽ കളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെർഫോം ചെയ്യും നമുക്ക് വിശ്വസിക്കാം. ബാറ്റിങ്ങിന് വിരാട് കോഹ്ലി എടുത്തിട്ടുണ്ട്, ഫിഞ്ച് എടുത്തിട്ടുണ്ട്, ധവാൻ എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡീഫോൾട്ട് പിക്സ് ആണ്. പിന്നെ എടുത്തിരിക്കുന്നത് DRC ഷോട്ടും മോയിസസ് ഹെൻഡ്രിക്സും ആണ്. മോയിസസ് ഹെൻഡ്രിക്സിന്റെ ഓൾറൗണ്ട് പെർഫോമൻസ് ഒരു ഡീഫോൾട്ട് പിക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. DRC ഷോട്ട് ഓപ്പണർ കൂടെ ആയതുകൊണ്ട് ഞാൻ DRC ഷോട്ടിന് എടുക്കുവാണ്. ഇനി ഓൾറൗണ്ടറിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഹാർദിക് പാണ്ഡ്യ, മാക്സ്വെൽ, ജഡേജ ഡെഫിനറ്റ്ലി അൺഅവൈലബിൾ ആണ്. ഇനി വാഷിംഗ്ടൺ സുനിൽ നിങ്ങൾക്ക് GL കളിക്കാൻ വേണ്ടി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഉള്ളത് ബൗളിങ്ങിൽ ഞാൻ എടുത്തിരിക്കുന്നത് യുസ്വേന്ദ്ര ചാഹൽ, അതുപോലെ മിച്ചൽ സ്റ്റാർക്ക്, T നടരാജൻ. ഇനി ബുംറ കളിക്കുകയാണെങ്കിൽ ബുംറ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ദീപക് ചഹർ എല്ലാവരും മിസ് ഔട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയറാണ്. ദീപക് ചഹറിനെ നിങ്ങൾക്ക് GL ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ നല്ലൊരു ബൗളറാണ്. അതുപോലെ നത്തൻ ലയൺ നല്ലൊരു ബൗളർ തന്നെയാണ്. ബട്ട് T20s അധികം പെർഫോമൻസ് ഇതുവരെയും കാഴ്ചവെച്ചിട്ടില്ല. ബട്ട് കളിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായിട്ട്. പിന്നെ സ്വെപ്സൺ ഒരു ഹിറ്റ് അല്ലെങ്കിൽ മിസ് ടൈപ്പ് ഓഫ് ബൗളർ തന്നെയാണ്. ചില മാച്ചുകളിൽ 3-4 വിക്കറ്റൊക്കെ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ്. ബിഗ് ബാഷിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ബട്ട് നിങ്ങൾ ഒരിക്കലും പുള്ളിയെ എല്ലാ ടീമിലും വലിച്ചുവാരി ഇടരുത്. 1-2 ടീമിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം ഒരു ഹിറ്റ് ഓഫ് മിസ് ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ്. ഇനി ഷാർദുൽ ഠാക്കൂർ ചിലപ്പോൾ കളിക്കാനുള്ള ചാൻസസും ഉണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആര് കളിക്കും എന്നുള്ളത്. ഇനി അഡം സാബ ഇസ് അനദർ ഗുഡ് ഓപ്ഷൻ. ഹേസൽവുഡിന് ചിലപ്പോൾ റെസ്റ്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മുഹമ്മദ് ഷാമിക്ക് റെസ്റ്റ് കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഇതാണ് എൻ്റെ പ്രോബബിൾ ടീം. എൻ്റെ ക്യാപ്റ്റൻ രാഹുൽ, വൈസ് ക്യാപ്റ്റൻ കോഹ്ലിയാണ് ഞാൻ ഫോർ ദ ടൈം ബീങ് കൊടുക്കുന്നത്. ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ മാക്സ്വെൽ ഈസ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ. സോ ഹോട്ട് പിക്സിൽ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഗ്ലെൻ മാക്സ്വെൽ ആണ്. ഗ്ലെൻ മാക്സ്വെൽ ഓൾ ദ 3 ODIസിൽ നല്ലൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദ ഫിയറി ബാറ്റ്സ്മാൻ ഇൻ മാക്സ്വെൽ. ലാസ്റ്റ് മാച്ചിൽ മാത്രമാണ് ഒന്ന് ഫ്ലോപ്പ് ആയത്. എനിവേ ഹീസ് എഗൻസ്റ്റ് ഹിസ് ഫേവറേറ്റ് T20 ഓപ്പണന്റ്. 355 റൺസാണ് സ്കോർ ചെയ്യുന്നത്. 13 ഇന്നിംഗ്സിന് അറ്റ് ആൻ ആവറേജ് ഓഫ് 32.27 അറ്റ് എ സ്ട്രൈക്ക് റേറ്റ് ഓഫ് 144. സോ ഈ കഴിഞ്ഞൊരു മാച്ച് നിങ്ങൾ മറന്നു കളയുക. ഗ്ലെൻ മാക്സ്വെൽ ഇസ് എ ക്വാളിറ്റി പ്ലെയർ. ഹി ക്യാൻ കം ബാക്ക്. യുസ്വേന്ദ്ര ചാഹലിന് ഒരു ഇൻഡിഫറൻറ്റ് ODI സീരീസ് തന്നെയാണ്, എല്ലാവർക്കും തന്നെ അറിയാം. എനിവേ ലാസ്റ്റ് T20യിൽ ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു. മാൻ ഓഫ് ദി മാച്ച് അവാർഡും കിട്ടി. 4 overs 25 runs 3 wickets. ഇനി ഇൻ ദ ലാസ്റ്റ് 3 years of T20 cricket, he is the second most prolific bowler after Rashid Khan, picking up 40 wickets in 31 games at an average of 25.62. ഡിഫറൻഷ്യൽ പിക്കായിട്ട് എനിക്ക് ഫസ്റ്റ് പറയാൻ പോകുന്നത് മോയിസസ് ഹെൻഡ്രിക്സ് ആണ്. എല്ലാവരും അണ്ടർറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലെയറാണ്. 33-year-old ഓൾറൗണ്ടർ തന്നെയാണ്. ഇനി നാഷണൽ സൈഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് 3 വർഷത്തിന് ശേഷമാണ്. ഇറ്റ് ഈസ് എ മെമ്മറബിൾ വൺ ഫോർ ഹിം പേഴ്സണലി. 20 ബോളിൽ 30 റണ്ണും എടുത്തു. അതുപോലെ തന്നെ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് സ്പെല്ലും ചെയ്തു. 4 overs 22 runs 3 wickets. T നടരാജൻ ബുംറയെ പോലെ തന്നെ ഒരു യോർക്കർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇംപ്രസീവ് IPL സീസണിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. ബട്ട് എനിവേ ജസ്റ്റിസ് പുലർത്തിയിട്ടുണ്ട്. 16 വിക്കറ്റാണ് എടുത്തിരിക്കുന്നത് 16 ഗെയിമിൽ IPL. സോ ഇന്റർനാഷണൽ ഡെബ്യൂട്ട് ODIയിലാണെങ്കിലും അതുപോലെ തന്നെ T20യിലാണെങ്കിലും വണ്ടർഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഹി ഹാസ് പിക്ഡ് അപ്പ് 3 wickets ഇൻ ദ ലാസ്റ്റ് ഗെയിം. പ്രഡിക്ഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രഡിക്ട് ഹു വിൽ വിൻ ദിസ് ഗെയിം. കാരണം ഒത്തിരിയധികം വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് 2 ലൈനപ്പിലുണ്ട്. ഇറ്റ് ഇസ് എ ഡു ഓർ ഡൈ ഗെയിം ഫോർ ഓസ്ട്രേലിയ. ഈ ഒരു മാച്ചിൽ എക്സ്പെക്ട് ഓസ്ട്രേലിയ ടു കം ഹാർഡ്. സോ ഒത്തിരിയധികം കോൺട്രവേഴ്സി സറൗണ്ട് ചെയ്യുന്നുണ്ട് കൺകഷൻ്റെ കാര്യത്തിൽ. സോ ഇതൊരു ഫ്രഷ് മാച്ച് ആയിരിക്കും വരാൻ പോകുന്നത്. അവർ മോശപ്പെട്ട കളി കളിച്ചു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഓസ്ട്രേലിയ. കാരണം ഒത്തിരിയധികം ഫൈറ്റ് ബാക്ക് ചെയ്തു, ഒത്തിരിയധികം കീ വിക്കറ്റ്സ് എടുത്തു. ഇനി ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് സൈഡാണ്. ഒരു ODI സീരീസിൽ ഫെയിലർ ആണെങ്കിലും ലാസ്റ്റ് ഒരു ODIയും അതുപോലെ തന്നെ T20യും ജയിച്ച ഒരു കോൺഫിഡൻസ് തന്നെയാണ്. സോ ഇതൊരു 1-0 ലീഡ് ആയതുകൊണ്ട് തന്നെ പ്രഷർ വിൽ ബി ഓൺ ഓസ്ട്രേലിയ. പക്ഷേ ഓസ്ട്രേലിയ നമുക്ക് എഴുത്തള്ളാൻ പറ്റത്തില്ല. ദേ വിൽ കം ഹാർഡ്. എക്സ്പെക്ട് എ ടൈറ്റ് കോൺടെസ്റ്റ്. ഒരു ക്യാപ്റ്റൻ റിസ്കി പിക്സ് എന്നുള്ളതിൽ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ആരോൺ ഫിഞ്ച് ആണ്. ഒരു റിസ്കി പിക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫിഞ്ച് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ പ്രീമിയർ T20 പ്ലേയേഴ്സ് ഇൻ ദ വേൾഡ്. ഹി ലുക്ക്ഡ് ഇൻ ഗുഡ് ഫോം ആഫ്റ്റർ ഫെയിലിംഗ് ടു ചാഹൽ. അപ്പോൾ കരിയർ റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 214 റൺസ് ആണ്, 38 ആവറേജ്. എഗൻസ്റ്റ് ഇന്ത്യ 405 റൺസ് ആൻഡ് ആവറേജ് 35. ഗ്ലെൻ മാക്സ്വെൽ എല്ലാവർക്കും അറിയാം, T20 സ്റ്റൈൽ പ്ലെയർ തന്നെയാണ്. റിവേഴ്സ് സ്വീപ്പും എല്ലാ ടൈപ്പ് ഓഫ് പ്ലെയറും മീൻസ് ഒരു T20 പാക്കേജ് തന്നെയാണ് ഗ്ലെൻ മാക്സ്വെൽ. എല്ലാവർക്കും അറിയാം. ആവശ്യമെന്നുണ്ടെങ്കിൽ പവർ പ്ലേയിൽ ബൗൾ ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇനി ഒരൊറ്റ മാച്ചിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് പുള്ളിയെ അളക്കരുത്. കരിയറിൽ 1611 റൺസാണ്, ആവറേജ് 33. മാക്സ്വെൽ വേഴ്സസ് ഇന്ത്യ എഗെയിൻ ഇംപ്രസീവ് 353 റൺസ് ആവറേജ്. കരിയർ ആവറേജിനേക്കാൾ കൂടുതലാണ് ഇന്ത്യക്കെതിരെയുള്ള ആവറേജ്. മിച്ചൽ സ്റ്റാർക്ക് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മാച്ചിൽ നല്ല രീതിയിൽ തന്നെ ബൗൾ ചെയ്തു. ജഡേജയ്ക്ക് ഒരു കൺകഷൻ്റെ രീതിയിൽ ഹെൽമെറ്റിൽ ഒരു അടികൾ കൊടുത്തിട്ടുണ്ട്. സോ ഹിസ് എബിലിറ്റി ടു ബൗൾ യോക്കേഴ്സ്, അതുപോലെ തന്നെ ഹൈ ബൗൺസേഴ്സ് എറിയാനുള്ള കപ്പാസിറ്റിയും അതുപോലെ റിതത്തിലേക്ക് വന്നതും ഒരു ഗുഡ് സൈൻ തന്നെയാണ് ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട്. കരിയറിൽ 47 റണ്ണാണ് എടുത്തിരിക്കുന്നത്. ബൗളിംഗ് ആവറേജ് ഇസ് 19. എഗൻസ്റ്റ് ഇന്ത്യ 3 വിക്കറ്റ്, ബൗളിംഗ് ആവറേജ് ഇസ് 29.
വിരാട് കോഹ്ലി ഹാസ് നോട്ട് സ്കോർ ബിഗ് റൺസ് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ 20 years. പക്ഷേ കോഹ്ലി തന്നെയാണ് ഇപ്പോഴും ബെസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഡിപ്പെൻഡബിൾ ബാറ്റ്സ്മാൻ ഇൻ എനി ഫോർമാറ്റ്സ് ഫോർ ഇന്ത്യ. അവറേജസ് 50 ഇൻ ദ ഫോർമാറ്റ് വിച്ച് മേക്സ് ഹിം എ പ്ലെയർ ടു വാച്ച് ഔട്ട് ഫോർ എഗൻസ്റ്റ് ഓസ്ട്രേലിയ. കരിയറിൽ ഈ 2803 റൺസ് എടുത്തിട്ടുണ്ട്, 50 ആവറേജ്. ബട്ട് ലുക്ക് അറ്റ് ദ സ്റ്റാറ്റ്സ് എഗൻസ്റ്റ് ഓസ്ട്രേലിയ 584 റൺസ് ആൻഡ് ആൻ ആവറേജ് ഓഫ് 64. KL രാഹുൽ എല്ലാവർക്കും അറിയാം, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ്. ഓപ്പണിംഗ് സ്ലോട്ട് നോക്കുന്നത് രാഹുൽ തന്നെയാണ്. സോ IPL-ലും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാൻ. ഹി ഹാസ് ഷോൺ സം ഗ്ലിംസസ് ഇൻ ദ IPL ഫോം. വെരി കൺസിസ്റ്റന്റ് ആണ് ഈ ഒരു ഫോർമാറ്റിൽ. ഹയസ്റ്റ് റൺ ഗേറ്റർ ആണ് IPL-ൽ. അതുപോലെ ഈ ഒരു മാച്ചിലും റൺ എടുക്കാൻ ചാൻസ് ഉണ്ട്. കരിയറിൽ 45 റൺസ് എടുത്തിരിക്കുന്നത്, ആവറേജ് ഓഫ് 145. സോ രാഹുൽ വേഴ്സസ് ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വാസ് എ റോങ് സ്റ്റാർട്ട്. രാഹുൽ വേഴ്സസ് ഓസ്ട്രേലിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 124 റണ്ണാണ് എടുത്തിരിക്കുന്നത്, ആവറേജ് ഓഫ് 31. ശിഖർ ധവൻ എല്ലാവർക്കും അറിയാം, ധവാൻ ഫസ്റ്റ് മാച്ചിൽ ഫെയിലായി. പക്ഷേ ഹീസ് എ ബിഗ് പ്ലെയർ. രാഹുലിനെ പോലെ തന്നെ ഫെൻറ്റാസ്റ്റിക് IPL തന്നെയായിരുന്നു ശിഖർ ധവൻ. നിങ്ങൾക്ക് അറിയാം, സെഞ്ചുറിയൊക്കെ എടുത്തൊരു പ്ലെയർ തന്നെയാണ്. സോ ഹീ ഈസ് ഈഗർ ടു മേക്ക് എ മാർക്ക്. കരിയറിൽ 1589 റൺസ് എടുത്തിരിക്കുന്നത്, 28 ആവറേജ്. ബട്ട് എഗൻസ്റ്റ് ഓസ്ട്രേലിയ 266 റൺസ്, ആവറേജ് 29. റിസ്കി പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഹെൻറിക്കസ് ആണ്. ഇസ് ആൻ അണ്ടർ റേറ്റഡ് ഓൾറൗണ്ടർ. ഒത്തിരിയധികം സ്കിൽസ് ഉണ്ട്. ഹെൻറിക്കസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. നെക്സ്റ്റ് ഇയർ വേൾഡ് T20 ഒക്കെ വരാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മാച്ചിലുള്ള പെർഫോമൻസ്. കരിയറിൽ 189 റൺസ് എടുത്തിരിക്കുന്നത്, അറ്റ് ആൻ ആവറേജ് ഓഫ് 31.5. വിക്കറ്റ്സ് ആണെങ്കിൽ 7 ബൗളിംഗ് ആവറേജ് ഇസ് 25. സാംസൺ വൺ ഓഫ് ദ മോസ്റ്റ് ടാലന്റഡ് ബാറ്റ്സ്മാൻ, ആസ് എ ട്രീറ്റ് ടു വാച്ച്. എക്സലന്റ് ടച്ച് തന്നെയായിരുന്നു ലാസ്റ്റ് ഗെയിമിൽ. പക്ഷേ ലാസ്റ്റ് ഒരു മാച്ചിൽ എഗെയിൻ ഒരു ലൂസ് ഷോട്ടിലാണ് ഔട്ടായത്. ഹി ക്യാൻ ഈസിലി ഹിറ്റ് ബിഗ് സിക്സസ്. പിന്നെ അതുപോലെ തന്നെ എക്സലന്റ് ഫീൽഡറാണ്. സഞ്ജു സാംസൺ ഈസ് വൺ ഓഫ് ദ മെയിൻ പ്ലെയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയസും ടച്ച് ചെയ്തിട്ടുണ്ട്, എല്ലാം നല്ല വൃത്തിയായി തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.